കഴിഞ്ഞ 7 വർഷമായി പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കൂരയിൽ ജീവിതം നയിക്കുന്ന പത്തനംതിട്ട ഏഴംകുളം പഞ്ചായത്തിലെ രാമനെയും കുടുംബത്തെയുമാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. പ്രകൃതിക്ഷോഭത്തിൽ വീട് തകർന്ന ഇവർക്ക് പഞ്ചായത്ത് പുതിയ വീട് അനുവദിച്ചെങ്കിലും കരാറുകാരൻ്റെ വീഴ്ച കാരണം പണി പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. വറുതിയും രോഗവും ഒക്കെ തളർത്തിയ ഈ 70-കാരനും കുടുംബവും ഇപ്പോൾ അടച്ചുറപ്പുള്ളൊരു മേൽക്കൂരയ്ക്കായിട്ട് സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ഏഴു വർഷം മുൻപാണ് കനത്ത പ്രകൃതിക്ഷോഭത്തിൽ കൈതപ്പറമ്പ് പൂവത്തിനാൽ തെക്കേക്കരയിൽ 80-കാരനായ രാമന്റെയും കുടുംബത്തിന്റെയും വീട് തകർന്നു പോകുന്നത്. എല്ലാം നഷ്ടപ്പെട്ട ഈ കുടുംബത്തിന് അന്ന് പഞ്ചായത്ത് പട്ടികജാതി ക്ഷേമ പദ്ധതി പ്രകാരം പുതിയ വീട് അനുവദിച്ചു. സ്വന്തമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന സന്തോഷത്തിൽ നിർമ്മാണവും തുടങ്ങി. ആദ്യ ഗഡുവായി ലഭിച്ച തുകയും കടം വാങ്ങിയ തുകയും ഉപയോഗിച്ച് വീടിന്റെ ഭിത്തികെട്ട് വരെ എത്തിച്ചു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു കാത്തുവെച്ചത്. ഒരു കോൺട്രാക്ടർക്ക് കൊടുത്തതാണ്. അപ്പോൾ ഉടനെ വെച്ച് തരാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കയ്യിൽ നിന്ന് കാശെല്ലാം മേടിച്ചിട്ട് പിന്നെ വീട് പണി പാതിയാക്കിയിട്ടിട്ട് അങ്ങ് പോയി. ഇത്രയും പോലും കെട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മൈക്രോ ഫിനാൻസിൽ നിന്നൊക്കെ ഇച്ചിരി കാശ് എടുത്തിട്ടാണ് ഇത്രയൊക്കെ ആക്കിയത്. പിന്നെ ഇതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ആക്കി ഇട്ടതുകൊണ്ട് പഞ്ചായത്തിൽ നിന്നൊന്നും വീടൊന്നും കിട്ടത്തില്ല. കരാറുകാരൻ സ്ഥലം വിട്ടതോടെ വീട് പണി നിലച്ചു. നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ പദ്ധതിയുടെ ബാക്കി ധനസഹായം ഇവർക്ക് ലഭിച്ചതുമില്ല. രാമന് പ്രായം ഇപ്പോൾ 80-നോടടുക്കുന്നു. രോഗബാധിതയായ ഭാര്യയും 2 പെൺമക്കളും മകനും ഉൾപ്പെടെ 5 പേരാണ് ഈ തകർന്ന കൂരയിൽ കഴിയുന്നത്. കൂലിവേലക്കാരനായ മൂത്ത മകൻ്റെ ചെറിയ വരുമാനം മാത്രമാണ് ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം. ബുദ്ധിമുട്ടാണെന്ന് പറയാനില്ല, എല്ലാം ബുദ്ധിമുട്ടാണ്. ഞങ്ങളോടും നടക്കാനും വയ്യ, കണ്ണും കാണും. മഴ കഴിയുമ്പോൾ വലിയ ദുരിതം. ആരെങ്കിലും ഒന്ന് ചെയ്തു തന്ന ഏറ്റവും ഭാഗ്യമാണെന്ന് പറയാം. അച്ഛനും കണ്ണൊന്നും കാണത്തില്ല. അല്ലെ ഈ പെരയുടെ വട്ടമുള്ള കറക്കേ ഉള്ളൂ ഇവർക്കൊക്കെ. വീട്ടിലോട്ടൊന്നും പോകണമെങ്കിൽ ഒരാളുടെ സഹായമില്ലാതെ പറ്റത്തില്ല. രാത്രിയിലും പകലും എല്ലാം ആ പെരയ്ക്കകത്ത് അങ്ങ് ചേര കയറുവാണ്. ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി താമസിപ്പിച്ചാൽ മതി. ഇതിനകത്തോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കയറി നമുക്ക് ഷീറ്റിട്ടായാലും എങ്ങനെയായാലും ഒരു വീട് റെഡിയാക്കി ഒന്ന് തന്നാൽ മതി എന്നുള്ളത്. ഒരു തവണ ഫണ്ട് അനുവദിച്ചതിനാൽ ഇനി ഇതേ പദ്ധതിയിൽ വീണ്ടും അപേക്ഷിക്കാൻ ഇവർക്ക് നിയമപരമായി കഴിയില്ല. വീടിന്റെ ബാക്കി പണി പൂർത്തിയാക്കാൻ ലക്ഷങ്ങൾ വേണം. എന്നാൽ ഈ ദരിദ്ര കുടുംബത്തിന് അതിനുള്ള യാതൊരു മാർഗവുമില്ല. മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന ഈ ഷെഡിൽ ഭയത്തോടെയാണ് ഈ 5-അംഗ കുടുംബം താമസിക്കുന്നത്. അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സ്വപ്നം മാത്രമാണ് ഇവർക്കുള്ളത്. അതിനായി അധികാരികളോ സുമനസ്സുകളോ സഹായിക്കണം. ക്യാമറമാൻ രതീഷ് മഡ്ബേശ്വരനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.